ബഹുമാനം തോന്നിപ്പോവും. അസീസ് ബാക്കവിയും അതിലൊക്കെ കാലങ്ങളായിട്ട് ഉസ്താദിൻ്റെ അടുത്ത് മാത്രം പഠിച്ചതാണ്. പേര് പറയുന്നില്ല ബാക്കിയുള്ളവരെല്ലാം. ഏതായാലും ഒരു സാഹചര്യം നമ്മുടെ മുസ്ലിയാരും ഉമർ സത്താഫിയും എല്ലാവരും വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചത്. എല്ലാവർക്കും വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത്. വലിയൊരു സന്തോഷമായി ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരുമിച്ച് കൂടിയ സാലിഹായ അമലാജിമാരും വലിയ വലിയ പണ്ഡിതന്മാരുമാരുള്ളത്. അവരുടെ സേവനങ്ങളെല്ലാം ജോലിയില്ലാത്ത ഉസ്താദ്മാർ വിഷമങ്ങൾ അറിയിക്കാറുണ്ട്. എല്ലാവർക്കും അനുയോജ്യമായ തൊഴിൽ കൊടുത്ത് അവരുടെ കുടുംബജീവിതം ഇതുപോലെ എല്ലാ വർഷവും നമുക്ക് സമ്മേളിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദിനെ ഓർത്തുകൊണ്ട് നമ്മളെപ്പോഴും ഉസ്താദിനെ ആശീർവദിക്കുക, ഉസ്താദിനെ ഫാത്തിഹ ഓതുക നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ആ മറക്കാൻ ചെയ്യണം. ആ ഉസ്താദിനെ എൻ്റെ അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അത് പറയുന്നില്ല. ഓരോ ഉസ്താദ്മാർക്കും ഇത് പറയാനുണ്ട്. അത് നമുക്കിപ്പോൾ പറഞ്ഞ് തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഉസ്താദിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഉസ്താദാണ്. ഒരാളാണെന്ന് പറയുന്നു. ആരും നമ്മൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ജോലിയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവരുമുണ്ട്. അതുകൊണ്ട് ആ ജോലിയെല്ലാം വെച്ച് അടുത്ത വർഷം ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ആരൊക്കെയുണ്ടോ, ഇനി മൂല്യമാരല്ലാത്ത ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാലമായ വലിയൊരു പരിപാടി നമുക്ക് ഉണ്ടാക്കാൻ അടുത്ത വർഷം ഫാമിലി നമ്മളെ നോക്കിയാൽ എല്ലാവരും മിക്ക ആൾക്കാരും സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വർഷം വിപുലമായൊരു പരിപാടി ചർച്ച ചെയ്ത് മറ്റുണ്ടായിരുന്നു. ഉസ്താദിൻ്റെ മക്കളാവുന്ന ഞങ്ങൾ ചെലവ് മുഴുവൻ വഹിക്കാം. അതിനിപ്പോൾ സാമ്പത്തികമായിട്ട് ആർക്കും ഉസ്താദിന് വേണ്ടി കാശ് ചിലവാക്കാൻ തയ്യാറുള്ളവരാണ് എല്ലാ ശിഷ്യന്മാരും. ആരും മടി പറയില്ല. അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരും ചർച്ച ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ പിന്നെ അരിസ്ഥാനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരായി ചർച്ചയിലോട് പറഞ്ഞു, ഭക്ഷണം നിങ്ങൾ അതിഥികളാണ്, നിങ്ങൾക്ക് വരുന്ന അതിഥികളാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഒരു ചെലവും നിങ്ങൾ എടുക്കരുത് എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭക്ഷണം ആ ജോലിയിൽ കയറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. മക്കളെല്ലാം വലുതായ സമയത്ത് മക്കളെ കൊണ്ടൊന്നും സുഖം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായില്ല. ഇതിനും വലിയൊരു സുഖം എന്താണ്? മുത്താലിമീങ്ങൾ അവിടെ ഓടിപ്പിടിച്ച പിന്നെ അവിടുത്തെ ശിഷ്യഗണങ്ങൾക്ക് വന്ന് അവർക്ക് വേണ്ടിയുള്ള ഈ ആത്മീയമായൊരു ബന്ധമല്ല ഏറ്റവും വലുത്. അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യമാണ്. ഇത് നമ്മൾ നിലനിർത്തണം. അല്ലാഹു തആല ഇതിന് തൗഫീഖ് പ്രദാനം ചെയ്യണം. മാത്രം പറഞ്ഞ് കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും കൂടി അവിടെ സംസാരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഒരു 4-5 ആളെ കുറച്ചൊക്കെ അനുഭവക്കഥ പറയാനുണ്ടാവും. അവരറിയാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ ഉള്ളവർ കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുറച്ച് മദഹ് അത് നമുക്ക് ആർക്കെങ്കിലും കുറച്ചാൾ കൂടി അതിന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭക്ഷണം, നമുക്ക് വേണ്ടി ഒരുക്കുന്ന സൗകര്യങ്ങൾ, അതിലേക്ക് അല്ലാഹു മതിയായ പ്രതിഫലം ആ കുടുംബത്തിന് കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും كل وقت دائما لها نجم في السماء سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ഭക്ഷണമായിട്ട് ആഗ്രഹിച്ചു വന്നവരുണ്ടാകും. രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് കൂടെ വന്ന ഉലമാക്കളെ സുദീർഘമായി സ്കൂളിൽ സംസാരിക്കുന്നില്ല. അതിനൊക്കെ പറ്റാവുന്ന ചെറുപ്പക്കാരായ പ്രവർത്തകരുണ്ട്. എന്നിരുന്നാലും തുടക്കം നിങ്ങളാവട്ടെ എന്ന് എന്നോട് ചെയ്ത് മുസ്ലിം പറഞ്ഞു. തുടക്കം നിങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. അദ്ദേഹം ഞാനുമായ ബന്ധം എൻ്റെ തൊട്ട പൊതുമുറിയാത്ത അമ്മാവയുടെ പേരക്കുട്ടിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതേ അമ്മാവയുടെ പേരക്കുട്ടിയാണ്. എല്ലാ നിലക്കും ആ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. ഞാനാണ് അവർ അമ്മാമൻ്റെ സ്ഥാനത്ത് അമ്മാമനായി അവർ വഹിക്കുന്ന രീതികൾ ഇന്ന് വരെയാണ് എല്ലാവരും കൂടി പെരുമാറുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഞാനുമായി മണ്ണാർക്കാട് മുതൽ
കുറേ സ്ഥലങ്ങളിൽ ഓതി പഠിച്ച് അങ്ങനെ മണ്ണാർക്കാട് ഇന്ന് ഓർക്കുകയാണ്. അത് ഒരു ഉറുദു ഉസ്താദ് ഉണ്ടായിരുന്നു, ജാമ്യയിലെ മുമ്പ് ഉറുദു ഉറുദു ഉസ്താദ്. അവിടെ 2 CM മുഹമ്മദുകൾ, ഒന്ന് CMS മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ്, അദ്ദേഹം മരിച്ചു. അതുപോലെ തന്നെ ഈ CM മുഹമ്മദ്. അപ്പൊ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുദു ഉസ്താദ് പേരിട്ട് ഒന്ന് ചോട്ടാവുന്ന പാടാണ്. ചോട്ട നമ്മളെ ഈ മുഹമ്മദ് ഉസ്താദ് പാട CMS മുഹമ്മദ് ശരിയാണ് അന്ന് പേരിട്ടാണ്. പിന്നെ വിളിക്കാനൊക്കെ ദിവസം ചോട്ടാ പാടാനായി. അതുപോലെ ഞങ്ങളൊക്കെ കുടുംബമായി കുറെ ഒതിപ്പടിച്ച് എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ് ഈ 2 പേരും. പിന്നെ താഴെയുള്ള എൻ്റെ കുട്ടികളാണ് അവർ 2 ആളും. അങ്ങനെ ജാമ്യ അവിടെ നിന്ന് എല്ലാ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി ജാമ്യ ജോലിയിൽ ഞാനും അദ്ദേഹവും കൂടി താമസിച്ചു. എൻ്റെ ഒരു കൊല്ലം മുപ്പവരിച്ചാറും ഞാൻ മുക്തിച്ചാറും. ഞാൻ താഴെക്കോട് കുഞ്ഞാലൂസ് നിന്നാണ് ജാമ്യ പോയത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ചിന്താബോധം ആഗ്രഹത്തോടെ ഞാൻ മുക്തസ്വച്ഛായിരുന്നു മുത്തവരില്ല. ഒരു കൊല്ലം മുമ്പ് ജാമ്യം എൻ്റെ മുമ്പ് വിട്ടു. അങ്ങനെ ഞങ്ങൾ ജാമ്യം 2 പേരും ഒരു കൊല്ലം മാറ്റത്തിൽ വിടുകയും അങ്ങനെ ആദ്യമായി ഞാൻ ദർശ നടത്തിയത് മഹാനവലിയുലാസി മടവൂരിൻ്റെ ദർശ മൂപ്പരുടെ കൂടെ 7 കൊല്ലം ദർശ മടവൂരിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ദിവസം 600 ശമ്പളം. ഈ 60 ബസ്സിന് കയ്യിൽ എന്നാലും അത് മതി. മടവൂരിൻ്റെ കീഴിലല്ലേ രൂപയും കൂടെ അവർക്ക് ജാതകത്ത് ഓരോന്നിനും പദവി ഞങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ദർശനം മൂപ്പര് വന്ന് പല സ്ഥലങ്ങൾക്ക് ദർശനം നടത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മാണിക്കൽ. ഈ മാണിക്കൽ ദർശനം നടത്തിയ സമയത്ത് ഞാൻ എപ്പോൾ പോകാറുണ്ട്. ഹജ്ജിന് പോയപ്പോൾ ബാപ്പയ്ക്ക് തൽക്കാലം എന്നെ സഹായിക്കാൻ. അങ്ങനെ മാണിക്കൽ ഞാൻ മൂപ്പര് ഹജ്ജ് വേണ്ടി വരുന്നത് വരെയും ശാരീരികമായ അസുഖം മണ്ണാർക്കാട് മഹലിൽ വിട്ടു. 11 കൊല്ലം ദിവസം കൂട്ടി. അങ്ങനെ മൂപ്പര് ചൂരിയോട് കയറി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇവിടെ ബസ് സ്റ്റോപ്പിൽ കയറി ബസ്സിലാണ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ബോധം കെട്ടു പോകും. ഷുഗർ കാരണം അവിടുന്ന് ബോധം കെട്ടു പോകുന്ന മൂപ്പര്. അപ്പൊ ചൂരിയോട് സ്വത്തുപാരന് ബോധമായിരുന്നു. ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി മണ്ണാർക്കാട് നടന്നു. മണ്ണാർക്കാട് പുഴൻ്റെ അവിടെ എത്തിയപ്പോൾ മൂപ്പര് നടന്നു വരുന്നു. ഈ ബോധം കെട്ട് വീണ വ്യക്തി നടന്നു വരുന്നു. ഞാൻ അപ്പുറത്തോട്ട് കളിക്കാൻ പോവാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ട്. വിവാഹ ജീവിതത്തിൽ അതുമല്ലാതെ ഞങ്ങൾ കുറേ കൂട്ടുകാരായി ജീവിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാരുടെ പറയട്ടെ 10-25 കൊല്ലം നമ്മളോടൊക്കെ ഒത്തുപിരിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം അവിടെ എൻ്റെ പാൻറ്റിമാരൊക്കെ പറഞ്ഞ തൊട്ട് തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ വിദ്യാർത്ഥികൾ പോകുമ്പോൾ സലാം പറയണ്ട. അവിടെ അടുത്ത ബന്ധത്തോട് മക്കളും തന്നെ അച്ചടക്കത്തോടെ ഈ മുണ്ടേക്കാരുടെ മഹലിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളാണ്. ഇവിടെ പെൻഷൻ പദ്ധതി കൊണ്ട് മണ്ണാർക്കാട് അതിൻ്റെ തുടക്കം ഈ ശൈലികളാണ്. മണ്ണാർക്കാട് നമ്മുടെ ഈ മുണ്ടേക്കാരുടെ മഹലിൻ്റെ കുറേ വളർച്ചയ്ക്ക് വേണ്ടി അന്നും അവർ മക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യണേ. അവർക്കതിന് പ്രതികൾ അള്ളാഹു നൽകുമാറാവട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി വകുപ്പുകളൊക്കെ സംസാരിക്കാം. അപ്പോൾ അദ്ദേഹവും ഞാനുമായി ബന്ധം മാണിയക്കലടക്കമുള്ള എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ വലം കൈയായി പ്രവർത്തിച്ചു. അക്കാലത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ മാത്രമേ സമീപിക്കൂ, ആരോടും ചോദിക്കില്ല. അങ്ങനെയൊക്കെ വളരെ അടുത്ത ബന്ധത്തോടുകൂടെ ജീവിച്ച ആളുകളാണ് ഞങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു ആലിമീങ്ങൾ അവരെയും നമ്മളൊക്കെ പെടുത്തി നമ്മളെ ഉലമാക്കളായി നമ്മളെല്ലാവരും സ്വർഗത്തിൽ മുഖ്ലിസീങ്ങളായ ഉലമാക്കളായി സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടട്ടെ. ഈ തലപ്പാവ് പറ്റി ഇവിടെ വെച്ച് നാം കണ്ടതുപോലെ സ്വർഗത്തിൽ നമുക്കൊക്കെ കാണുവാൻ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട ഉലമാക്കൾക്കും നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ സുദീർഘമായി പ്രസംഗിക്കാൻ പറ്റുന്ന ആൾ നല്ലവരുമുണ്ട്. എന്നെ ആരോഗ്യന്മാരും പ്രാസംഗന്മാരും ഒക്കെ പഴയമായതാണ്. അതിപ്പോൾ നടക്കൂല. അപ്പോൾ ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത് സംസാരിക്കും. السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സലാത്തിൻ്റെ പണ്ഡിതന്മാർ, മുഅ്മിനുകൾ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.
മുന്നിൽ കാണുന്നവരൊക്കെ നമ്മൾ ഒരുമിച്ച് പിച്ചും നുള്ളിയും ദേഷ്യപ്പെടുത്തിയും എല്ലാം ജീവിച്ചിരുന്നവരാണ്. തുറന്നു നോക്കുന്നു സുബഹത്തുള്ള സഖാഫി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാൻ എപ്പോഴും വരെ നുള്ളും, ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ ചിരിച്ചാൽ പോകും. ഈ കാണുന്നവരുടെ ആരത്തുണ്ട് നമ്മളെ മൊയ്തിപ്പൊക്കെ നോക്കി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്താദുമാർക്കും അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ദീനിൻ്റെ ഹിദമത്തിലായി നൽകുമാറാകട്ടെ. 75-ലാണ് ഉസ്താദുമായി ഞാൻ ശിഷ്യത്വം സ്വീകരിക്കുന്നത്. മാളികയിൽ വെച്ച് ദാരിദ്ര്യത്തിൻ്റെ പടകുഴിയിലായിരുന്ന ആ കാലത്ത് മാളികയിൽ വന്ന് ദർശനം നടത്തുന്ന കാലം ഞങ്ങൾ സ്കൂൾക്ക് പോവുകയായിരുന്നു. പാപ്പാൻ്റെ നിർബന്ധം അക്കാലത്ത് SSC പൂർത്തിയാക്കണം. പക്ഷേ ഞാനും എൻ്റെ ജ്യേഷ്ഠനെ അടുത്ത് ഒരു 4 മാസം മരണപ്പെട്ടു. ഹംസംസിലാർ എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹു ആഖിറ പഠിച്ച് നൽകി കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഉസ്താദിൻ്റെ അടുക്കൽ ചെന്നു. അന്നത്തെ ചെലവിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കലാണ് നല്ലത്. ഉസ്താദിൻ്റെ ബാക്കി എന്തെങ്കിലും കഞ്ഞിയുണ്ടെങ്കിൽ അത് കുടിച്ചുകൊണ്ടായിരുന്നു ദർസിൽ തുടങ്ങിയത്. 1 വർഷം മാളികയിൽ ഞങ്ങൾക്കാർക്കും ചെലവ് തന്നെ ഇല്ല. വെറും ദർസോടും വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെന്നാൽ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെള്ളം ഉച്ച സമയത്ത് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും ദർശനവും. എൻ്റെ വാപ്പ പറയും, അവിടെ ഏറ്റവും മഷൂറായിരിക്കുന്ന ഒരു മാനസ്ഥാനം എടപ്പുലം. അവിടെ ദർശനോതുമ്പോൾ ഉച്ചക്ക് ബാങ്ക് കൊടുത്ത നിസ്കാരം കഴിഞ്ഞാൽ പറങ്ക് മുച്ചിത്തോട്ടത്തിലേക്ക് പോകലാണ്. എന്തിന്? ആ പറങ്കി മാവത്തിന് കാരണം. ഇപ്പോഴുള്ള മക്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ തസവുറാക്കാൻ തന്നെ സാധ്യമല്ല. ഏതായിരുന്നാലും ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുക്കൽ ഞങ്ങളുടെ താലീം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. മാളികയിൽ 6 വർഷവും അതോ 7 വർഷങ്ങൾക്ക് ഓർമ്മയില്ല അവിടെ ഉസ്താദിൻ്റെ കൂടെ. ലാസ്റ്റ് മാളികയിൽ വിട്ടു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനും മറ്റുള്ളവരൊന്നും അവിടെ വേറെ ഒരു അബ്ബാസ് ഹംസ അവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നുമില്ല, വേറെ പോകണം, ഓരൊന്നും പോരുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് മണ്ണാർക്കാട്ടേക്ക് പോകാം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഉസ്താദിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പോന്നു. അങ്ങനെ അവിടെ 2 വർഷം ഒന്ന് വലിയ പള്ളിയിൽ ദർസ് നിർത്തി 40 വർഷം കഴിഞ്ഞ ശേഷം പിന്നീട് ഉസ്താദാണ് അവിടെ ദർസ് ആരംഭിക്കുന്നത്. 2 വർഷം അക്കാലത്ത് അവിടെ നിന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മണലടിയിലേക്ക് പോയി. അവിടെ ചെന്ന് 1 വർഷമാണ് പിന്നീട് ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വല്ലാതൊരു വിഷമം പിടിച്ച സമയം അന്ന് ഉസ്താദുമായിട്ട് വേർപിരിയില്ലായിരുന്നു. ആരുമില്ല, ഞാനും ഉസ്താദ് മാത്രമാണ് റൂമിലുള്ളത്. ഉസ്താദിനോട് യാത്ര പരിപാടിച്ചതാണ്. പക്ഷേ ദുഃഖം കൊണ്ട് കണ്ണുനീര് കൊണ്ട് എന്താ ചെയ്തതെന്ന് അറിയില്ല. 2 പേർക്കും അത്രക്കും വിഷമത്തോടു കൂടെ അവിടെ നിന്ന് സലാം പറഞ്ഞു. ഞാൻ ഇറങ്ങി കോളേജിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ വാപ്പയോ എൻ്റെ ജ്യേഷ്ഠനോ മറ്റു കുടുംബാംഗങ്ങളോ ആരും എന്നെ യാത്രയാക്കാൻ വെല്ലൂരിലേക്ക് യാത്രയാക്കാൻ വന്നിരുന്നില്ല. ഉസ്താദ് ദർശനം നിർത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞാനും സുബഹത്തുള്ള സഖാഫിയുമാണ്. എന്നോട് പറഞ്ഞത് കുമരമ്പത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ സാദിയ കോളേജിൽ ദർശനം തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കോളി ദർശനം എന്നാണ്. അപ്പോൾ സുബഹത്തുള്ളയാണ്, എൻ്റെ സഖാഫ് ഉസ്താദാണ്, എന്നാൽ നമുക്ക് ബാക്കിയാത്തൊക്കെ പോയിക്കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപേക്ഷ 2 ഫോം കാർഡും വന്ന്. പക്ഷേ ചില തടസ്സത്താൽ ഞാൻ ഒറ്റക്കാണ് ബാക്കിയത്തിൽ പോകുന്നത്. അപ്പോൾ ഉസ്താദ് സമ്മതത്തോട് ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ബാക്കിയത്തിൽ പോകണമെന്നുണ്ടോ, നിങ്ങൾ ഏതായാലും അങ്ങനെ തന്നെ പോയിക്കോളി എന്നവർ പരിപൂർണ്ണ സമ്മതത്തോടു കൂടെ ബാക്കിയത്തിലേക്ക് പോയി. ഈ പോകുന്ന യാത്രകളൊന്ന് ചിന്തിക്കേണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തി. 7:30 ട്രെയിനുള്ളത്. മദ്രാസ്
ലേക്ക് പോകുന്ന കാട്ടിപ്പാടി ഇറങ്ങാനുള്ള വെല്ലുവിളിക്കുള്ള യാത്രയിലുള്ള ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ഹോട്ടലിൽ കയറി കുറച്ച് നേരത്തെ വന്നു തോന്നുന്നുണ്ട്. ഹോട്ടലിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കണം. 7 മണി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുക്കിലേക്ക് ഉസ്താദ് നേരെ കയറി വന്നു. എൻ്റെ അടുത്ത് കസേരയിലിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണോ, വണ്ടി അവിടെ ഇളകാനായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉസ്താദ് ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് കുടിച്ചില്ല. ഞാൻ ചായ കുടിച്ചു. ഉസ്താദിൻ്റെ കൂടെ ഉസ്താദ് എന്നെ നേരെ ട്രെയിനിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ ട്രെയിനിലേക്ക് കയറി ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ളവർ യാത്ര പറയുന്നതിനേക്കാളും അപ്പുറം എനിക്ക് യാത്ര തന്നു എന്നെ സ്നേഹിച്ചു. ആ ഒരു കുരുത്തം കൊണ്ട് തന്നെയാണ് അന്ന് എനിക്ക് മുത്തവ്വൽ ക്ലാസ് കിട്ടിയത്. കാരണം ഞാൻ മുല്ലാഹസൻ തീരെ ഓതാത്ത ഒരാളായിരുന്നു. ഉസ്താദിനോട് പറഞ്ഞു സെലക്ഷനിൽ മുത്തവ്വലുണ്ട് എന്ന് പറഞ്ഞല്ല, മുല്ലാഹസൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോവാ, ഞാനൊന്ന് ഓതിത്തരാം. ഒരു ബാബ് ഒരു ദിവസം എനിക്ക് ഓതി തന്നിട്ട് ഇനി ഞാൻ നോക്കിക്കളാന്ന് പറഞ്ഞു. എനിക്ക് യാതൊരു പ്രയാസവും ആ സെലക്ഷനിൽ വെല്ലുവിളിച്ചുണ്ടായില്ല. അന്നൊക്കെ വളരെ കഠിനമായിരുന്നു പരീക്ഷകൾ. അവിടെ അതിനൊക്കെ പരിപൂർണമായിട്ട് സന്തോഷത്തോടുകൂടി വിജയിച്ചു. അതൊക്കെ 2 വർഷം അവിടെ ഇടയ്ക്ക് വരും, ഉസ്താദത്ത് വരും, മണലടിയിലുണ്ടാകും. എന്നിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉസ്താദിനോട് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ മരണപ്പെടുന്ന ആ സമയത്തിൽ ഈ വിവരം അറിയാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. മരണപ്പെട്ടതിൻ്റെ 2 മാസം മുമ്പാണ് എൻ്റെ വീട്ടിലേക്ക് ഭാര്യയും ഈ മക്കളും, അന്ന് ശരി മറ്റുള്ളവർ ചെറിയ മക്കളാണ്, എല്ലാ മക്കളെയും കൂട്ടി ബസ്സിൽ കയറി ഇവിടെ നിന്ന് അന്നിക്കോട് പാണ്ടിക്കാട് അപ്പുറമുള്ള സ്ഥലത്ത് വീട്ടിൽ വന്ന് ഞാൻ വഫാത്താകുന്നതിൻ്റെ 2 മാസം അവിടെ വന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് യാത്രയാക്കി പാണ്ടിക്കാട് വരെ ഒരു വണ്ടിയിൽ കൂട്ടാണ്ട് ബസ്സിൽ കയറി പോന്നു. ഇതിന് ശേഷം ഞാൻ ഗൾഫിലേക്ക് വന്നു. വിവരം ഞാൻ അറിഞ്ഞില്ല. വല്ലാത്തൊരു വിഷമം. പിന്നീട് ആരും ഒരു പേപ്പറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, മുഹമ്മദ് മുസ്ലിയാർ വഫാത്തായി മണ്ണാർക്കാട്. ഒരു വിവരമില്ല. ആകെ അല്ലാളിച്ചു പോയി. ഞങ്ങൾ വിവരം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉസ്താദിന് കത്തെഴുതി. സാധാരണ കത്തെഴുതാറുണ്ട്. ഉസ്താദ് ഇതാണ് എന്നോട് ഇത്ര തിരിച്ചു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എന്തെങ്കിലുണ്ടെങ്കിൽ പൊറുക്കണം ഉസ്താദ്, മറുപടി അയക്കണം. എനിക്ക് അപ്പോഴാണ് അറിഞ്ഞത് മറുപടി അയക്കാൻ കത്ത് വായിച്ചത് മക്കളാണ്. അള്ളാഹു അവിടത്തെ ജയിച്ചു കൊടുക്കുമാറാവട്ടെ. ഇത്രത്തോളം ആത്മാർത്ഥമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ട് ജീവിതത്തിൽ ഒരു വഴിക്ക് പോകുമ്പോൾ നേരെ പോവുക എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയില്ല. ആരോടും ഒരു ദേഷ്യപ്പെട്ടുകൊണ്ടോ മറ്റോ ആ മുഖഭാവം ഇന്നും ഞങ്ങളുടെ കണ്ണിൽ പറയാൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സമയം ഉറക്കമൊഴിച്ചും മറ്റും എല്ലാം തന്ന ബഹുമാനപ്പെട്ടവരെ അതിൽ കണ്ടുമുട്ടുന്ന പലവരും ഞങ്ങളൊക്കെ സ്വപ്നത്തിലൂടെ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഈ ഒരുമിച്ച് കൂടെ ആ പേര് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള നേട്ടക്കാണ്. കാരണം ഉസ്താദ്മാരെയും ഉസ്താദിനെയും ഇൽമിനെയും ആദരിക്കുന്നവർക്ക് ഉയർച്ചയെത്താൻ പറ്റൂ എന്ന് അമേരിക്കൻ ഒരു യൂണിവേഴ്സിറ്റി, സൈറ്റൂൻ യൂണിവേഴ്സിറ്റി ഒരു വാതിൽക്കൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ വാപ്പ അവിടെ ചെയ്ത് കണ്ടപ്പോൾ പറഞ്ഞു. അപ്പം അത് വിശദമായിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പം എന്താ, ഉസ്താദ്മാരെ ബഹുമാനിക്കണം, ഇൽമിനെ ബഹുമാനിക്കണം. ആരും ഒരു ഉന്നത സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ അത് എന്തുകൊണ്ട് എത്തിയതാണ്? ഹുർമത്ത് കൊണ്ടാണ്, ആദരവ് കൊണ്ടാണ്, ഉസ്താദിനെയും മറ്റുള്ളവർ ആദരിക്കൽ കൊണ്ടാണ്. ആരെങ്കിലും ഈ തട്ടിലേക്ക് പോയിട്ടുണ്ടോ അത് ആദരവ് കുറവായതുകൊണ്ടും ഇല്ലാത്തത് കൊണ്ടുമാണ് എന്ന് ആ എഴുത്തിൽ കാണാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ചരിത്രങ്ങളൊക്കെ പറയാൻ ഉസ്താദിനോടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിനെ പറ്റിയ സമയമല്ലല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കുന്ന റഹ്മാനെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധാത്മാ മഹാന്മാരുടെ ആത്മാവിനോട് കൂടെ ഞങ്ങളുടെ ഉസ്താദിനെയും സദസ്സിനെയും പങ്കെടുപ്പിച്ചു നൽകിയ നീ കഴിവുള്ളവനാണ്. ഞങ്ങൾ അവരെ സ്മരിക്കുമ്പോൾ അവരുടെ യാതൊരു സംശയമില്ല, ഉറപ്പാണ്. റബ്ബേ, അവരുടെ കുരുത്തവും വരുത്തവുമുള്ള ശിഷ്യന്മാർ ഞങ്ങളുടെ ഉൾപ്പെടുത്തനാണ്. അവരുടെ ഭരിക്കുന്ന സമയത്ത് നൽകണേ റഹ്മാനെ. ഈ കുടുംബത്തിൽ കയറും ഐശ്വര്യം നൽകണേ റഹ്മാനെ. ആ ഉമ്മാക്ക് റഹ്മാനെ എന്നും തലവേദനയാണ് റബ്ബേ. ഈ പണ്ഡിതന്മാരെല്ലാവരും കൂടി ആമീൻ പറയും. അമ്മയുടെ തലവേദന കൊടുക്കണേ റഹ്മാനെ. മക്കൾക്ക് നീ കയറും വർക്കത്തും നല്ലതിനോട് സഹകരിക്കുന്നവരുടെ എല്ലാവരും ഐശ്വര്യം നൽകണ റഹ്മാൻ. ഞങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് മുത്ത് ഹബീബിന്റെ ജിവാർ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
കാലം ഓള് ഒരു സ്ഥലത്തുനിന്ന് ഏതാനും സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് നമ്മുടെ സൈന്യത്തിൽ എന്ന് പറയുന്ന ശിഷ്യൻ സംസാരിക്കുന്നത്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الكرام. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹാനായ ഉസ്താദ് സിബിൻ മുഹമ്മദ് മുസ്ലിയാർ അവരുടെ അനുസ്മരണ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും. 25 വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയൊരു സംഗമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചുകൊണ്ട് പറയുമ്പോൾ ഉസ്താദിന് ചെയ്തു കൊടുത്തതും ഉസ്താദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുമോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എങ്കിലും ഒരൊറ്റ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 3 വർഷം അലിഫ് എന്ന അക്ഷരം ആദ്യമായി കൊണ്ട് എഴുതി പഠിപ്പിച്ച ഉസ്താദാണ് അത്തിപ്പറ്റയിൽ. ജാമിഅ നൂരിയ അറബി കോളേജിൽ തൊട്ട് അത്തിപ്പറ്റ എന്ന് പറയുന്ന ആലത്തൂർ അടുത്ത് അത്തിപ്പറ്റയിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് അലിഫ് എന്ന അക്ഷരം എഴുതി ആദ്യമായി പഠിപ്പിച്ച് മദ്രസയിൽ 3 ക്ലാസ് 3 വരെ. യാസീൻ പഠിപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അമ്പകുന്ന് പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് നീ ഒന്ന് യാസീൻ. അങ്ങനെ എൻ്റെ പാപ്പാനോടും ഉമ്മാനോടൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് സിയാറത്ത് ചെയ്ത്. പക്ഷെ ആ വർഷം തന്നെ ഉസ്താദ് ഒഴിവായി. മാളിയക്കൽ ദർസേറ്റ് കൊണ്ടാണ് ഒഴിവായത്. മാളിയക്കൽ ദർസേറ്റപ്പോൾ 5ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിക്കണമെന്ന് താല്പര്യം കൊണ്ട് 2 വർഷം നാട്ടിൽ തന്നെ പഠിക്കുകയും 1 വർഷം കൂടൂര് ദർസിൽ പഠിക്കുകയും ബാക്കി 9 വർഷം മാളിയക്കലും 2 വർഷം മണ്ണാർക്കാടുമാണ് ദർസിൽ പഠിച്ചത്. സീനിയർ വിദ്യാർത്ഥിയാണ്. ആദ്യമായി ഉസ്താദിൻ്റെ ദർസിൽ നിന്ന് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്നും സനത് ഞാനാണ് വാങ്ങിച്ചത്. ഇടക്കാലത്ത് വെച്ച് ഒരു സംഭവം ഉണ്ടായി. ഉസ്താദിൻ്റെ ഒരു പൊരുത്തവും സമ്പാദിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറയണം. നാട്ടിൽ സത്യം ഒഴിവായപ്പോൾ ഞാനന്ന് തഫ്സീർ മിസ്കാത്ത് പദമാണ്. അപ്പോൾ നാട്ടിൽ നിന്നും കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും അവിടെ വന്ന് സെയ്ദുലുവിനെ ഞങ്ങൾക്കൊന്ന് വിട്ടു തരണം. ഉസ്താദന്മാരാരും ആയിട്ടില്ല. അതുകൊണ്ട് സെയ്ദുലുവിനെ തൽക്കാലം 2-3 മാസക്കാലത്ത് ഞങ്ങൾക്ക് വിട്ടു തരണം. അങ്ങനെ എന്നെ വിളിച്ചു. എനിക്ക് പറയുന്നുണ്ട്, സെയ്ദുലു നാട്ടിലാണ്, എനിക്ക് പരിചയമാവും, സേവനം ചെയ്യാൻ വേണ്ടി പറയുകയും അങ്ങനെ ഞാൻ 3 മാസം നിന്നപ്പോൾ എനിക്ക് ശമ്പളമൊക്കെ കിട്ടുന്നതോടുകൂടി എൻ്റെ മനസ്സിലാക്കി ഇങ്ങനത്തെ സത്യമായി നിൽക്കാമെന്ന് തോന്നാണ്. സത്യമായി നിൽക്കാമെന്നൊരു തോന്നൽ എനിക്ക് വന്നു. 3 മാസം പൂർത്തിയാകുന്ന അന്ന് ഉസ്താദ് അവിടെ വന്നിരിക്കുകയാണ്. ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, നീ വന്നിട്ട് ഇപ്പം എത്രയായി ചോദിച്ചു? 3 മാസം. നിനക്ക് എത്ര സമയം തന്നെ ചോദിച്ചു? 3 മാസം. നാളെ അങ്ങോട്ട് വരണട്ടോ പറഞ്ഞു. മറുപടിയില്ല. മറുപടി പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ മനസ്സൊക്കെ മാറാണ്. ജോലി ചെയ്യണമെന്ന അന്ന് എൻ്റെ മനസ്സ് മാറിയിരുന്നുവെങ്കിൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഉസ്താദ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവിടെ മാളിയേക്കൽ എത്താൻ വേണ്ടി പറയുകയും അങ്ങനെ മാളിയേക്കൽ നടത്തുക, ജോലി ഒഴിവാക്കി മാളിയേക്കൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഉസ്താദ് അടുത്തിരുന്ന് തൽക്കീത്തിൽ പഠിപ്പിച്ചു. ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ ഫുത്ത് പോകാൻ വേണ്ടി പറയുകയാണ്. ഇത് ഓതിപ്പിച്ച് എന്നിട്ട് അത് ചെറുപ്പമാണ് എന്നോട് ഫുത്ത് ഉസ്താദ് അന്നുണ്ട് ഫുത്ത് പോകാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഒരു ദിവസം മഹല്ല് ഫെഡറേഷൻ്റെ സമ്മേളനം. ഉസ്താദ് ഇന്ത്യക്കൽ നേതാവാണ്. കാളിയാർ മേഖല വാക്കുവാദിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് അതിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉസ്താദ് അതിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറി എന്ന് അറിയില്ല. കാളിയാർ മേഖലയിൽ അതിൽ നിക്കായിൻ്റെ ലഫ്ലായിട്ടുണ്ട്. നിക്കായിൻ്റെ ലഫ് എനിക്ക് ചെല്ലിയിപ്പോൾ പഠിയുന്നില്ല, കാരണം പേടി കൊണ്ട്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ചെല്ലി 4 മുസ്ലിം ഒരാളുണ്ട്, ഉസ്താദുണ്ട്. അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗ്ഗപ്പൂർണ്ണമായി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം പറഞ്ഞു, സെയ്ദിൽ പേടിക്കേണ്ട, ഉസ്താദാണ് എന്നോട് പറഞ്ഞത്, ഇത് തുടക്കമാണ്, അതുകൊണ്ട് നീ നിക്കാഹ് ചെയ്യണം. ചെന്ന് നോക്കുമ്പോൾ പുതിയാപ്പിളയും അമ്മോച്ചനും ഒക്കെ ജാഹിലീങ്ങളാണ്. എനിക്ക് അവിടെ എത്തിയപ്പോൾ പറയൽ തുടങ്ങി. ഞാനിപ്പോൾ ഉസ്താദ് അടുത്തിരിക്കുന്നുണ്ട്,
നീ പറഞ്ഞു ബേജാറാണ്ട, നീ ഇവിടുത്തെ ആളാണല്ലോ. ആ നിക്കായിലെ പദം കഴിപ്പിച്ചല്ലോ. നിക്കായിലെ പദം നോക്കി വായിച്ച് നിക്കായി ചെയ്ത് കൊടുത്തു. അന്ന് പോയതാണ് ബേജാറ്. പിന്നെ 10,000-2000 മഹല്ലുകൾ പിന്നെ ഉള്ള ഞാൻ ഉസ്മാൻ മദീനയിൽ നിന്നത് വലിയ മഹല്ല, 52,000 വീടുകളില തളിക്കുളം മഹല്ല്, 10,000-3,000-4,000 ആൾക്കാരൊക്കെ സമ്മേളിക്കുന്ന നിക്കാവൊക്കെ ഒരു ബേജാർ. ഉസ്താദ് തുടക്കത്തിൽ തന്നെ അതെല്ലാം പരിഹരിച്ച് പഠിപ്പിച്ച് കൂടെ നിന്ന് അതിനുള്ള എല്ലാ സംവിധാനവും തന്നു. മണ്ണാർക്കാട് ഓടുമ്പോൾ പിന്നെ കൊടക്കാട് കാലിയായിരുന്നു. കൊടക്കാട് പള്ളിയിലെ കാലിയായിരുന്നു. അന്ന് ഉസ്താദ് ഒറ്റ നിക്കായിരൊന്നുമില്ല. ഞാനാണ് പോവുക. അന്ന് നിക്കായിരം 15 രൂപ കിട്ടും. അങ്ങനെ കിട്ടിയാൽ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഉസ്താദ് പിന്നെ 10 രൂപ എടുത്തിട്ട് 5 രൂപ എനിക്ക് തരും. ഞാൻ വേണ്ട പറയും. പക്ഷെ പൊരുത്തമാട്ടോ, ഞാൻ തരുന്നത് വാങ്ങിക്കണം. 15 രൂപയും നിന്റെ ഹക്കാണ്. അതുകൊണ്ട് നീ അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ 5 രൂപ. അങ്ങനെ എത്രയോ നിക്കാഹുകൾ വലിയ മഹല്ലുകൾ ചെയ്തു കൊടുക്കാൻ ഒക്കെ ഒരു സാഹചര്യം ഉസ്താദിലേക്ക് ഉണ്ടായി. അങ്ങനെ ഏകദേശം 10-14 കൊല്ലം ഉസ്താദ് മെഡിക്കലിൽ നിന്ന് പഠിച്ച് ഇന്ന് എല്ലാ നിലയിലും ഏത് മഹലിൽ നിൽക്കാനും ഒരു ബേജാറില്ലാത്ത രൂപത്തിൽ ഉസ്താദ് അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു തന്നു. അങ്ങനെ എല്ലാ ശിഷ്യന്മാരെയും തന്നെയാണ്. ഇതെൻ്റെ അനുഭവം പറഞ്ഞ കാര്യമില്ല. എല്ലാ ശിഷ്യന്മാരെയും എല്ലാവരും അങ്ങനെ തന്നെ ഉസ്താദിനോട് അത്രയും മഹബത്തുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ടൊരു കാര്യം പറയുന്നു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശപിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അവന് സാഹിദ്, ആബിദ്, മുത്തഖി, സൂഫി എന്നൊക്കെ ഓരോ ആകാശത്തിനും പേരുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പട്ടമെല്ലാം നഷ്ടപ്പെടാൻ കാരണം? ഉസ്താദിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ വണക്കത്തിന്റെ സുജൂദ് ചെയ്തില്ല. അവൻ അഹങ്കരിച്ചു. അതുകൊണ്ട് ഇബ്ലീസിന് എല്ലാ പട്ടവും അല്ലാഹു തആല നീക്കം ചെയ്തു. അതുപോലെ തന്നെ അബൂജഹിൽ അബുൽ ഹക്കമായിരുന്നില്ലേ? അബൂജഹിൽ അബുൽ ഹക്കമായിരുന്നു. യുക്തിജ്ഞാനിയുടെ പിതാവാണ്. എന്തുകൊണ്ടാണ് അബൂ ജാഹിലായി മാറിയത്? റസൂലുള്ളാഹിനെ കാണുന്നത് പോലെ കാണില്ല. അതുപോലെ തന്നെ ജൂദാസിന്റെ ചരിത്രം നമുക്കറിയാം. ഈസാ നബിയുടെ പ്രഥമ ശിഷ്യൻ ചാരപ്പണി ചെയ്ത സംഭവമെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ നമ്മൾക്ക് ഹുക്കുമുണ്ട്, ഇസ്ലാമിൽ അതബുണ്ട്. അതബിനാണ് പ്രാധാന്യമുള്ളത്. അല്ലേ ഉസ്താദ്? അല്ലേ? അതബിനാണ് പ്രാധാന്യമുള്ളത്. അതബിനാണ് സ്ഥാനമുള്ളത്. അതായത് വാപ്പ മരിച്ചാൽ നിക്കാഹ് ചെയ്യുക എന്നുള്ള വിധി മക്കൾക്ക് നിർബന്ധമാണ്. പക്ഷേ അവിടെ ആലിമീങ്ങളും സയ്യിദീകളും ഉണ്ടെങ്കിൽ അവരെ ബന്ധിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അതബ്. അപ്പൊ അതബിനാണ് കൂടുതൽ സ്ഥാനമുള്ളത്. അതുകൊണ്ട് നമ്മൾ അതബ്, ബഹുമാനം ഇത് രണ്ടും വേണം. 2 പെരുന്നാൾ വരാനിരിക്കുന്നു. അതിന്റെ മുന്നോടിയുള്ളൊരു പെരുന്നാളാണ് നമ്മുടെ ഈദുൽ ഉസ്താദാണിത്. ഉസ്താദിന്റെ പെരുന്നാളാണ്, യാതൊരു സംശയമില്ല. 2 പെരുന്നാളിന് മുമ്പ് വരുന്നൊരു പെരുന്നാളാണിത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയെല്ലാം ഒരുമിച്ചുകൂടി സന്തോഷിക്കാനുള്ള സുവർണാവസരം ഖബറിന്റെ അവിടെ നിന്ന് പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും ഈ നാട്ടിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും സമ്മേളിച്ചുകൊണ്ട് ഉസ്താദിന് ഒരുപാട് ശിഷ്യന്മാരിന് വരാനുണ്ട്. മൂല്യന്മാരല്ലാത്ത ശിഷ്യന്മാരുണ്ട്. ഇതിൽ ഇനിയും പങ്കെടുക്കേണ്ടവരുണ്ട്. അതുകൊണ്ട് എല്ലാവരും സമ്മേളിച്ചുകൊണ്ട് വിപുലമായൊരു പരിപാടി നമ്മുടെ ഉസ്താദിന്റെ വീട്ടിൽ വെച്ച്, നമ്മുടെ ഈ നാട്ടിൽ വെച്ച് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ നടത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് വീട്ടിൽ അസീസ് ബാക്കി പറഞ്ഞ പോലെ അസീസ് ബാക്കിന്റെ ഇതെല്ലാം പറയും. ഞങ്ങൾ പെരുന്നാളായി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അസീസ് ബാക്കി ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹത്തിന്റെ കവറുമാറാവട്ടെ. ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്. നാട്ടിലാണ് കൂടുതൽ അവിടെ വന്ന് താമസത്തില്. അങ്ങനെ എന്തിനേറെ പറയുന്നു, ഉസ്താദ് വന്നപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ അന്ന് കഞ്ഞീനെ വെച്ചിട്ടുണ്ട്. അന്ന് വീട്ടിൽ കഞ്ഞിയാണ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ അവിടെ കുറച്ച് ഞാനവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇഡ്ഡലി ഇടാൻ വേണ്ടി മാവുണ്ടായിരുന്നു. അത് ഉമ്മ വേഗം ചെയ്യുന്ന മാവുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി. ഉസ്താദ് അത് കഴിച്ച് പൊരുത്തപ്പെട്ടു. ഉസ്താദ് പറഞ്ഞു, ആ സൈദിന് ഇതെന്നെ വലിയ സന്തോഷമാണ്, ഇത് ഒന്നും കരുതരുത്, ഇതെന്നെ എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ വാപ്പാനിമാനെയൊക്കെ വിളിച്ച് നിങ്ങളൊന്നും കരുതരുത്, ഞാൻ സൈദിനെ പിന്നെ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെയും ഉസ്താദിനെ ആദരിച്ച് ഉസ്താദിന്റെ ശിഷ്യന്മാരോട് പറയാനുള്ളത് എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഉസ്താദിന് വേണ്ടി എപ്പോഴും യാസീൻ ഓതുകയും നമ്മൾക്ക് ഉസ്താദിനെ സ്മരിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരായത്തുണ്ട്. എന്താണ്? മലക്കുകൾ എല്ലാ കവാടങ്ങളിലും പ്രവേശിക്കും. എന്നിട്ട്
എന്നിട്ട് നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ നിങ്ങൾക്ക് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് പറയുന്നുണ്ട്. ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ തിബിരി ഇമാം വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി ഖുബൂറ ശുഹദാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഹദാക്കളുടെ ഖബറുകൾ സന്ദർശിക്കും. അലാ റൈസി കുല്ലി ഹൗലിൻ, എല്ലാ കൊല്ലത്തിന്റെയും തുടക്കത്തിൽ സന്ദർശിക്കും എന്ന് പറയുന്ന ഒരു വിശദീകരണം പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി ഖബറുകളിൽ ചെന്നുകൊണ്ട് പറയും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും ബിമാ സബർതും എന്ന് പറയും എന്ന് എന്റെ വിശദീകരണത്തിൽ ഇമാം തിബിരി വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് ഖുർആനികമായ തെളിവാണ്, ഹദീസുപരമായ തെളിവാണ്. അതുകൊണ്ട് നമ്മൾ ഉസ്താദുമാർക്ക് നമ്മുടെ മരണപ്പെട്ട ആൾക്കാരുണ്ടാവും, നമ്മളൊക്കെ നമ്മുടെ വാപ്പമാരുടെ ഖബറ്, ഉമ്മമാരുടെ ഖബറ്, വേണ്ടപ്പെട്ടവരുടെ ഖബറ് ഒക്കെ നമ്മൾ സന്ദർശിക്കണം. ഉസ്താദുമാരുടെ ഖബർ മാത്രമല്ല, ഉസ്താദുമാരെ ബഹുമാനിച്ചങ്ങൾ ചെയ്യുമെങ്കിലും നമ്മുടെ എല്ലാവരും വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം പോകുമ്പോൾ ഖബർ സിയാറത്ത് ചെയ്യണം. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിയാറത്തുൽ ഖുബൂരി ഖുർബത്തുൻ വ മുസ്തഹബത്തുൻ, ഖബർ സിയാറത്ത് ഇബാദത്താണ്, ആരാധനയാണ്, മാത്രമല്ല സുന്നത്തായ കാര്യമാണ് എന്ന് വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എപ്പോഴും ഉസ്താദിന്റെ ഖബറുകൾ സന്ദർശിക്കാനും മാതാപിതാക്കളുടെ ഖബറുകൾ സന്ദർശിക്കാനും നമ്മെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും എന്നെ ഊതിൻ്റെ കാലത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ കോടതി പള്ളിയിൽ നിന്നുകൊണ്ടും ബഷീർ സാഹിബും ഒക്കെ ഞങ്ങൾ പല പരിപാടിയിലും അവിടെ മീറ്റിങ്ങിലെല്ലാം പങ്കെടുക്കുമ്പോൾ കാണാറുണ്ട്. ഞാൻ ആ പള്ളിയിൽ നിൽക്കുന്നുണ്ട്, എന്നെ കൊണ്ടാണ് ദ്വാരിപ്പിക്കലത്. ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ മാളിക്കൽ നിന്ന് കുത്തുബയ്ക്ക് വന്ന് പരിചയപ്പെട്ടാണ് എന്നെ എപ്പോഴും ഈ താടിയൊക്കെ പിടിച്ച് കളിയാക്കും. ഇപ്പോഴും കുട്ടികൾ പക്ഷെ അരച്ചിട്ട് വല്ല വയസ്സപ്പോലുണ്ട് പറഞ്ഞിട്ട് എപ്പോഴും ആൾ സാസിൽ പോലും പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഉസ്താദിൻ്റെ ആദ്യകാല ശിഷ്യനാണ്. ഉസ്താദും ഈ കുടുംബവുമായി വലിയ ബന്ധമുണ്ട്. അതുപോലെ തന്നെ അസീസ് ബാക്കി, അതുപോലെ പിന്നെ അബൂബക്കർ മുസ്ലിയാരി, ശരീക്കന്മാരാണ്. ഞങ്ങൾ 3 ആളാണ് ശരീക്കന്മാർ. അതിന് പൈസ ബിരുദെടുക്കാൻ ഭാഗ്യം കിട്ടിയത് എനിക്കാണ്. പിന്നെ ബാക്കിയുള്ളൊരു മൂല്യമാരനെയാണെങ്കിലും പൈസ ബിരുദം ആദ്യമായി കൊണ്ടെടുത്തത്. പിന്നെ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, ഒരുപാട് ശിഷ്യന്മാർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ ബേസി, ഈ സലാം സൈദി, അതുപോലെ തന്നെ തുടങ്ങിയ ഞാൻ സീനിയർ ആയതുകൊണ്ട് ജൂനിയർമാർക്കൊക്കെ കുറച്ചൊക്കെ ഓതിക്കൊടുക്കാറുണ്ട്. 5ാം ക്ലാസ് മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഉസ്താദ് രാവിലെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കിതാബ്, അന്നൊക്കെ കിതാബാണ് എനിക്ക് അർത്ഥം വെച്ച് പഠിപ്പിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു, ആ 5ാം ക്ലാസ്സിൽ റാങ്ക് നേടി. അതിൽ റാങ്ക് നേടിയ ഒരാളാണ് ഈ സലാം സൈദി, അതുപോലെ തന്നെ മൂക്കുമൽ, പിന്നെ അസീസ്, പിന്നെ സുലൈമാൻ സഖാഫി. ഇവരൊക്കെ അന്ന് റാങ്ക് നേടിയവരാണ്. ഉസ്താദ് വളരെ അത്ഭുതപ്പെട്ടു. നീ എന്നെക്കാളും കവർ ചെയ്തിട്ട് എൻ്റെ ക്ലാസ്സിൽ പോലും ഇങ്ങനെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ട് റാങ്ക് വാങ്ങിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഭാരതല്ല, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ സേവനങ്ങളിലും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ അസീസ് ബാക്കി പറഞ്ഞ പോലെ ഉസ്താദിൻ്റെ നല്ല ദുആയും എല്ലാം എല്ലാ ശിഷ്യന്മാർക്കും കൂട്ടത്തിൽ എനിക്കുണ്ട്. അതുകൊണ്ട് എവിടെ ചെന്നാലും ഒരു പരാജയപ്പെടാൻ, ഏത് മഹലികൾ ചെന്നാലും എന്നെ കണ്ടാൽ സ്വീകരിക്കാറുണ്ട്. ഉസ്താദിൻ്റെ ഗുരുത്തമാണ്, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇനിയും ഒരുപാട് സംസാരിക്കാറുണ്ട്. കുറച്ച് ഇവിടെ ഉസ്മാ മദനി, പിന്നെ അതുപോലെ തന്നെ ഉമർ ബാക്കി റഷീദ് തങ്ങളെയൊക്കെ സംസാരിക്കാറുണ്ട്. അതിനൊന്നും പറയാം. അതുകൊണ്ട് ഇനി സംസാരിക്കില്ല. ഇൻഷാ അല്ലാഹ് അത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കാര്യം പറഞ്ഞ പോലെ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഓരോരുത്തരും ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഉസ്താദ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുപോലെ നേരത്തെ സൈതലി നമ്മളൊക്കെ തീരുമാനിച്ചതാണ്, തമ്മിൽ ബന്ധപ്പെടാൻ പറ്റുന്ന നിലക്ക് എല്ലാവരുടെ കയ്യിലേക്ക് മൈക്ക വരും, സലാം പറയാൻ പറയും. പിന്നെ പുതിയൊരു വിദ്യാർത്ഥി ഉണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും കാണിച്ച മാതൃകയാണ്. സ്വർഗത്തിൽ വരെ ഒരു ദിവസം ഉസ്താദ ശിഷ്യ ബന്ധം പുലർത്തുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു, ഒരു ദിവസം. അപ്പം അങ്ങനത്തെ ആ ഒരു പുണ്യം നേടാനൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മൈക്കാം. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയും കഴിഞ്ഞ് മലപ്പുറം ജില്ലയും കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയുടെ അങ്ങേ അറ്റത്തു നിന്നാണ് ഞാൻ വരുന്നത്.
ഇന്നിവിടെ വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ഉസ്താദിനോടുള്ള സ്നേഹവും ഉസ്താദ് എനിക്ക് വേണ്ടി ഇത്രയും ഒരുപാട് ദൂരം താണ്ടിയിട്ട് കോളേജിൽ നിന്ന് സഅദിയ ബിരുദമെടുത്ത് ഫസ്റ്റ് ഞാൻ ജോലി ചെയ്തത് വയനാട് വെള്ളമുണ്ടയിലാണ്. അന്ന് ദർസ് തുടങ്ങി ഉസ്താദിനെ അറിയിച്ചു. ഉസ്താദ് അന്ന് ഇതേപോലെ വാഹന സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. കോഴിക്കോട് വന്ന് ബസ് കയറി വയനാട്ടിൽ വെള്ളമുണ്ടയിൽ ദർസ് തുടങ്ങിത്തരാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് ഇവിടുന്ന് സുബഹി നിസ്കരിച്ച് പുറപ്പെട്ടിട്ട് അസർ സമയത്താണ് ഉസ്താദ് എത്തുന്നത്. അത്രയും കഷ്ടപ്പെട്ട് എത്തിയത് കൊണ്ട് തന്നെ ആ ഉസ്താദിനെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അനുഭവങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സയ്യിദ് ഉസ്താദ് പറഞ്ഞതുപോലെ ഉസ്താദ് ഒരു ഉസ്താദ് മാത്രമായിരുന്നില്ല, ഉസ്താദ് ഒരു രക്ഷിതാവ് കൂടിയായിരുന്നു. എല്ലാ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ശിഷ്യന്മാരെയാണ്. എല്ലാ നിലക്കും സ്വന്തം കാര്യത്തേക്കാൾ കൂടുതൽ എൻ്റെ ശിഷ്യൻ ഒരു സ്ഥാനത്തെത്തണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഉസ്താദ്. ഒരു അനുഭവം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കല്ലാമൂലയിൽ കോളേജിൽ പോകാനാകുന്ന സമയത്ത്, ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിവാഹാലോചനയുമായി പള്ളിശ്ശേരിയിലെ അബ്ദുൽ മുസ്ലിയാർ വന്നു. അബ്ദുൽ മുസ്ലിയാർ എന്ന മണലടി ഉസ്താദ് പിരിഞ്ഞതിന് ശേഷം ദർസ് നടത്തിയ അബ്ദുൽ മുസ്ലിയാർ, അദ്ദേഹത്തിന് മോളുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദിനോട് ഉമ്മയും മരിച്ചത് കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഉസ്താദാണ് എൻ്റെ എല്ലാ രക്ഷിതാവും. ഉപ്പയും ഉമ്മയൊക്കെ ഉസ്താദ് തന്നെയായിരുന്നു. 4ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്നത് മുതൽ ഉസ്താദ് എൻ്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്ത് 4ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ്സിലും ഒക്കെ ഉസ്താദ് തന്നെയാണ്. 5ാം ക്ലാസ്സിൽ സയ്യിദ് ഉസ്താദായിരുന്നു. ആ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഗൗരവം കൊണ്ട് ഉസ്താദിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു പഠിപ്പിക്കലായിരുന്നു. അർത്ഥം വെച്ച് മദ്രസയിലാണെങ്കിലും ദർസിൽ നിന്ന് ഓതുന്നത് പോലെ അതേ കട്ട് തന്നെയായിരുന്നു സയ്യിദ് ഉസ്താദും. അന്ന് അക്കായിദ എന്ന് പറഞ്ഞ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അക്കായിദ അറബി ഭാഷയിലായിരുന്നു, അറബിയിലായിരുന്നു. അൽ ഇൽമു സിഫത്തുൻ ഖദീമത്തുൻ ഖായിമത്തുൻ ബിദാത്തില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബായിരുന്നു. അത് അങ്ങനെ തന്നെ അർത്ഥം വെച്ച് കൊടുക്കണം. സയ്യിദ് ഉസ്താദിൻ്റെ ഒക്കെ കിട്ടും, ഉസ്താദിൻ്റെ ഒക്കെ കിട്ടും. അങ്ങനെ പഠിച്ചത് കൊണ്ട് മണലടിയിൽ ദർസ് ഓതുമ്പോൾ പറശ്ശേരിയിൽ മദ്രസയ്ക്ക് വിളിച്ചു. പറശ്ശേരി മദ്രസയിൽ 2ാം ക്ലാസ്സിലാണ് ആദ്യമായി ജോയിൻ ചെയ്തത്. 2ാം ക്ലാസ്സിൽ രണ്ടാഴ്ച പോയപ്പോൾ അബ്ദുൽ മുസ്ലിയാർ എന്ന് പറഞ്ഞ കൊമ്പത്തുള്ള അബ്ദുൽ മുസ്ലിയാരായിരുന്നു സദറുണ്ടായിരുന്നത്. സദർ ചോദിച്ചു, നിങ്ങൾ 6ാം ക്ലാസ്സിൽ പോയി? ഞാൻ അന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് ദർസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 6ാം ക്ലാസ് അന്ന് ഉണ്ടയാണ്. ആ ഉണ്ട കിതാബ് നിങ്ങൾ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മദ്രസയിൽ പഠിച്ച ആ ഓർമ്മക്ക്, അഥവാ ഉസ്താദ് ലഫ്ലം ബി ലഫ്ല അർത്ഥം വെച്ച് തന്നതുകൊണ്ട് ആ ഓർമ്മക്ക് ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അത് പഠിച്ചിട്ട് ആയതല്ല, ഉസ്താദിൻ്റെ ആ ക്ലാസിൻ്റെ ലഫ്ലം ബി ലഫ്ല അർത്ഥം വെച്ച് തന്നുകൊണ്ട് ആ ഓർമ്മക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ച അങ്ങനെ ആയിരുന്നു. ആ ഒരു നിലപാടിലായിരുന്നു ഉസ്താദിൻ്റെ ക്ലാസ്. അപ്പം അബ്ദുൽ മുസ്ലിയാർ വന്ന് ചോദിച്ചു, സലാമിനെ കൊണ്ട് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി തരും. ഉസ്താദ് ഒന്നും പറഞ്ഞില്ല. അബ്ദുൽ മുസ്ലിയാർ പോയി. എല്ലാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ഉസ്താദ് ചോദിക്കുക, അബ്ദുൽ മുസ്ലിയാർ എനിക്ക് കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്തിനാ വന്നതെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അറിയില്ല. അപ്പോൾ പറഞ്ഞു, എന്നെ കൊണ്ട് മകളെ കെട്ടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു, അതിപ്പോൾ നോക്കണ്ട, ഇപ്പം നീ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും കോളേജും ഉണ്ടാവില്ല, ഉസ്താദും ആവില്ല, ഒന്നും ആവില്ല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു വിട്ടതാണ്, നോക്കണം നിങ്ങൾ. അപ്പോൾ ഒന്നും അറിയിക്കാതെ ഉസ്താദ് തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഒരു പൂർണ്ണമായി അവസാനം സയ്യിദ് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ കല്ലാമൂലയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പോകാനായപ്പോൾ ഉസ്താദ് തന്നെ പറഞ്ഞു, കുമരമുത്തൂർ അബ്ദുറഹ്മാൻ ഒരിക്കൽ ഉസ്താദിനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, കോളേജിൽ പോകണം, എന്നാൽ ഞാൻ കത്ത് തരാം, നീ കുമരമുത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാറിൻ്റെ സാഹിത്യം പഠിപ്പിക്കുന്നുണ്ട്, മൂപ്പരത്ത് പോയിക്കോ, ഇപ്പം തന്നെ ഈ പോണ പോക്കിൽ പോയിക്കോ, കത്ത് ഞാൻ തരാമെന്ന് പറഞ്ഞു. മൂപ്പരെ അദ്ദേഹത്തിൻ്റെ ചെന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് പിന്നെ സഅദിയയിലേക്ക് ഞാൻ പോകുന്നത്. അങ്ങനെ തന്നെ സഅദിയ കഴിഞ്ഞു വന്ന് ഇവിടെ വന്ന് പൊരുത്തം വാങ്ങി ദർസ് തുടങ്ങി. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദിൻ്റെ ആ ശിഷ്യത്വം ഉള്ളത് കൊണ്ട് എവിടെ ആരുടെ മുമ്പിലും എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചെയ്യാനാവട്ടെ അല്ലെങ്കിൽ ഖുത്ബ ഓതാനാവട്ടെ, മണലടിയിൽ നിന്നാണ് ആദ്യമായി ഉസ്താദ് ഖുത്ബ ഓതി പഠിപ്പിച്ചത്. ഇവര് അസീദ് ഉസ്താദ് അതുപോലെ തന്നെ സയ്യിദ് ഉസ്താദ് എല്ലാം സീനിയർ പോയതിനു ശേഷം പിന്നെ
സീനിയറായി വർത്തിച്ചത് ഞാനായിരുന്നു. ഒരു ദിവസം മണലടി ദർശനം എന്ന് പറഞ്ഞാൽ മണലപ്പള്ളി വലിയ പള്ളിയാണ്. ആയിരക്കണക്കിന് ആൾ മുന്നിൽ ഇങ്ങനെ കാണും. ഒരുവിധം ആൾക്കൊന്നും കുത്തുപോകാൻ കഴിയില്ല. അതൊക്കെ തന്നെ ഫസ്റ്റ് എന്നോട് പറഞ്ഞു കുത്തുബോധനം റൂമിൽ വിളിച്ച് കുത്തുബ ഓദിപ്പിച്ചിട്ട് പറഞ്ഞു കുറച്ച് സ്പീഡ് കൂടുതലാണ്, കുറച്ച് സ്പീഡ് കുറച്ചാണ്ട് ഓതിയാൽ മതി, ഞാൻ ഉണ്ടാവും മുമ്പിൽ നിന്നുകൊണ്ടാണ് ബേജാറ് കൂടിപ്പോയത്. ഉസ്താദ് ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ധൈര്യത്തിൽ ഓതായിരുന്നു. ഉസ്താദ് മുമ്പിലുണ്ടാവുന്നതാണ്. ഉസ്താദ് സമയമായപ്പോൾ തന്നെ മുമ്പിലവിടെ വന്നിരുന്നു. സംഗതി പറയുകയാണെങ്കിൽ ഫുതുബന്റെ ആയിരം പിടിച്ച് മെമ്പർമ കയറി. പിന്നെ എന്താ കണ്ണും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. കാരണം അത്ര ആയിരക്കണക്കിന് ആളാണ്, അതിനേക്കാൾ കൂടുതൽ ഉസ്താദ് മുമ്പിലുണ്ട് താനും. അപ്പൊ ഏതായിരുന്നാലും ഫുതുബ ഒന്നും പ്രശ്നമൊന്നുമില്ലാതെ പൂർത്തിയാക്കി ഫുതുബ കഴിഞ്ഞ് ഉസ്താദ് വിളിച്ചു. അബ്ദുസ്സലാം എന്നാ വിളിക്കുക. ആ വിളി കേട്ടാൽ തന്നെ വല്ലാത്തൊരു മധുരമുള്ള വിളിയാണ്. അബ്ദുസ്സലാം എന്ന് കേട്ട് വിളിക്കും. അപ്പോ മോശമൊന്നുമില്ല, കുറച്ച് സ്പീഡ് കൂടിപ്പോയിട്ടുണ്ട്. അത് സാറില്ല, ഫസ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവും, പ്രശ്നമില്ല, നല്ല ഉഷാറായിപ്പോയി എന്ന് പറഞ്ഞ് പ്രചോദനം നൽകി. അങ്ങനെ ഉസ്താദ് ആദ്യം മുതൽ അവസാനം വരെ നിക്കാഹും അതുപോലെ തന്നെ എല്ലാം ഖുതുബ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വെള്ളമുണ്ടയിൽ ജോലി ചെയ്തപ്പോൾ അവിടെ മുഹസ്സിനീങ്ങളായ 20ഓളം ആളുകൾ, എന്നാൽ ബാക്കവിയും ഫൈസിയും സൈദിയും ഇങ്ങനെയായിട്ട് ഒരുപാട് മുഹസ്സിനീങ്ങളായ ഉസ്താദ്മാരുണ്ടായി. ഫസ്റ്റ് ഖുതുബ ഓതിയപ്പോൾ തന്നെ ഒരു പ്രശ്നമില്ല. എന്നോട് അവർ ചോദിച്ചു, നിങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ ജോലി ചെയ്യുന്നത്, നിങ്ങൾ എവിടെയോ ജോലി ചെയ്ത് പരിചയമുണ്ടല്ലോ. അത് ഉസ്താദിന്റെ ഈ പരിചയമായിരുന്നു. ഉസ്താദ് ആദ്യമേ പഠിപ്പിച്ച് ഏത് വിഷയത്തിലും ഭയം എന്നൊന്നും ഇല്ലാത്ത നിലക്ക് ആരുടെ മുമ്പിലും കിതാബ് വായിക്കാൻ പറ്റുന്ന നിലക്ക്. ഇപ്പൊ സൈദിയിൽ പോയിട്ട് തന്നെ 150 മുത്തവ്വലിൽ 150-150ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അന്ന് മുത്തവ്വലില് തുഹ്ഫ ഓതി തന്നിരുന്നത് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് ഖാദി ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഒരുവിധം ആളുകളൊന്നും കിതാബ് വായിച്ചു കൊടുക്കൂല. ആരും എന്നാ കുട്ടികൾക്ക് പേടിയാണ്, വായിച്ച് തെറ്റിപ്പോയാൽ പിന്നെ ആകെ വിഷളാവും. അവിടെ ഉസ്താദിനെ വായിച്ചു കൊടുക്കാനുള്ള ഒരു പ്രചോദനം ഉസ്താദിൻ്റെതായിരിക്കുന്നു. ഉസ്താദിന് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഉസ്താദിന് ആദ്യം കിതാബ് വായിച്ചു കൊടുക്കണം. വായിച്ചു കൊടുത്ത് ആ ഇറാബൊക്കെ തെറ്റാതെ വായിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവിടുന്ന് അർത്ഥം വരുള്ളൂ. ആ ശീലമുള്ളത് കൊണ്ട് ആരുടെ മുമ്പിലും കിതാബ് വായിക്കാനും അർത്ഥം വെക്കാനും ഒക്കെ ഒരു പ്രചോദനം ഉസ്താദ് നമുക്ക് കാരണമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിന്റെ പൊരുത്തവും സമ്പാദിച്ച് ആ ഉസ്താദിനെ സ്നേഹിച്ച് അവിടുത്തെ എല്ലാ മതവും കിട്ടുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഉസ്താദിന് വേണ്ടി എന്ത് ചെയ്യാനും ഓതാനും അതുപോലെ തന്നെ ആശീർവാദാനും സ്വലാത്ത് ചെല്ലാനും ഒക്കെ കൂടുതൽ ആവേശം കാണിക്കുന്നത് ഉസ്താദ് ഒരു രക്ഷിതാവ് കൂടി ആയതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടുന്ന അള്ളാഹു പൊരുത്തപ്പെടുന്ന ഇബാദത്തായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഉസ്താദിനോടൊപ്പം ഈ നിലക്ക് സന്തോഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കളെ അതുപോലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടേണ്ടിയിരുന്ന നമ്മുടെ അംസുസ്താദ് ഇങ്ങനെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഞാൻ വിനീതനായ സഖാഫിയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഏകദേശം 8 വർഷത്തോളം ഉസ്താദിൻ്റെ തോന്നിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വേറിട്ട ഒരു ഉപ്പാക്ക് മക്കളോട് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും തീവ്രമായ പരിചരണവും. ഒരു ഉദാഹരണം മാത്രം, ഞാനൊരു സമയത്ത് മണ്ണാർക്കാട് ഹനഫി പള്ളിൻ്റെ അവിടെ അന്ന് മുടിയൊക്കെ ഇപ്പം മുടിയില്ല, അന്ന് മുടിയൊക്കെ ഇങ്ങനെ വാർന്നു വെക്കുന്നൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഏതായാലും തലയിൽ കെട്ടലുണ്ട്, ഉസ്താദിൻ്റെ അടുത്തൊക്കെ തലി കെട്ടൽ നിർബന്ധം. അപ്പോൾ അന്ന് എന്തോ അബദ്ധത്തിൽ തലി കെട്ടിയിട്ടില്ല. ഉസ്താദ് ടൗണിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇങ്ങനെ മണ്ണാർക്കാട് ഹനഫി പള്ളിൻ്റെ അവിടെ ഞാൻ എനിക്ക് ഉസ്താദ് അവിടെ വന്നിരുന്നത് പെട്ടെന്ന് കണ്ടു, എന്നെ വിളിച്ചു. ഇതൊരു ഹക്കാണ്. എന്നെ വിളിച്ചിട്ട് ടൗണിൽ നിന്ന് എന്ത് ചെയ്തു, ചെവികൾ പിടിച്ചിട്ട് തലയെ കെട്ടി തരണം. അപ്പോൾ ഇത്രയും തീവ്രമായ പരിചരണം. ഉസ്താദ് എന്ത് പറയുന്നോ അത് ഉസ്താദ് ചെയ്യും, എന്ത് ചെയ്യുന്നോ അത് ഉസ്താദ് പറയും. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, നമ്മളെല്ലാവരും മണിക്കൂറുകൾ പ്രസംഗിക്കാൻ കഴിവുള്ള പ്രഗത്ഭരാണ്. പക്ഷേ ഉസ്താദിന്റെ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവം, നമ്മുടെ ശിഷ്യന്മാർക്കും അത് അനുഭവമാക്കി കൊടുക്കണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മജീദ് ഉസ്താദ് പറഞ്ഞ പോലെ ഈ ഇരിക്കുന്നതൊക്കെ വന്യരായ CM ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഓരോരുത്തരും പ്രസംഗിക്കാൻ നിന്നാൽ ഞങ്ങൾക്കത് കേൾക്കാനും പറയാനും നല്ല സുഖം ഉണ്ടാവും. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് കരുതി ദീർഘിപ്പിക്കുന്നില്ല. ഈ CM ഉസ്താദ് ദർശ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എന്ന നിലക്ക് ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ആ അറ്റത്തിരിക്കുന്നത് നമ്മുടെ അലി അക്ബർ ലത്തീഫി, തൊട്ടപ്പുറത്ത് അബ്ദുസ്സലാം സാഹിദ്, അബ്ദുൽ അസീസ് ബാഖവി, സഖാഫി, ഉമർ സഖാഫി,
ഇത് സയ്യിദ് തങ്ങൾ, ഇത് ഉസ്മാൻ മദനി, അത് അബ്ദുൽ മജീദ് ദാരിമി, അവിടെ ഇരിക്കുന്നത് അൻവരി, 2 അൻവരിമാരെ ഞാൻ കാണുന്നു. ഫൈസമാർ ഒരുപാടുണ്ട്, സഖാഫിമാരുണ്ട്, അഹസനിയുണ്ട്. ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ പൊരുത്തപ്പെടുക. കേരളത്തിലും പുറത്തുമുള്ള മിക്കവാറും കോളേജുകളിൽ നിന്നൊക്കെ സനത് വാങ്ങിയ ഉസ്താദുമാർ അഭിമന്യരായ CM ഉസ്താദിന്റെ സന്തതികളാണ്. ഇവരൊക്കെ പല ഭാഗത്തായിട്ട് സംഘടനകളിലായിക്കൊണ്ട് പല നാട്ടിലായിട്ട് സലാം എന്നാണ്. അങ്ങനെ പാലക്കാട്, മലപ്പുറത്ത്, തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പൊ തങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുള്ളത്. ഇങ്ങനെ പല ഭാഗത്തായി ചിന്നിച്ചെതിരെ നിൽക്കുമ്പോൾ ഞങ്ങൾ 2-3 ആൾ ചർച്ച ചെയ്ത് ഒരിക്കൽ നമ്മുടെ ഉണ്ണിയമുള്ള സഖാഫിയും അതുപോലെ തന്നെ സയ്യിദ് JVS തങ്ങൾ, റഷീദ് തങ്ങളും പറഞ്ഞു, നമ്മുടെ ഉസ്താദിന്റെ ശിഷ്യന്മാരെയൊക്കെ ഒന്ന് സംഘടിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞു, നമ്മൾ സുലൈമാൻ പൈസ അടക്കമുള്ള മാളിയേക്കൽ ഭാഗത്തുള്ള ആളുകളെയൊക്കെ, അതിലെ സയ്യിദ് ഉസ്താദിന് മറ്റും കുറച്ച് ആളുകളൊക്കെ നമ്മൾ എൻ്റെ അടുത്തുണ്ട്. നമ്മൾ കുഞ്ഞിമൂലിയരെ മറ്റൊക്കെ സംഘടിപ്പിച്ച മണ്ണാർക്കാട് ഏരിയയിലുള്ള കുറച്ച് ആളുകളൊക്കെ എത്തും. ഉടനെ ഞാൻ കുഞ്ഞി മുസ്ലിയാർക്ക് വിളിച്ചു. ഞാനും നമ്മളെ റഷീദ് തങ്ങൾ ഉണ്ണിക്കുട്ടിയൊക്കെ ഇങ്ങനെ ഒരു ബന്ധങ്ങൾ ആയിക്കോട്ടെ, നമ്പറുകൾ ഇവിടുന്ന് പരമാവധി കിട്ടുന്ന ആളുകളെ ഞങ്ങളെ സംഘടിപ്പിക്കുക. ഞങ്ങൾ ഏറ്റവും വലിയ ഉസ്താദ് എന്നുള്ള നിലക്ക് സുലൈമാൻ ഫൈസിന്റെ ഒക്കെ ഉസ്താദ് എന്നുള്ള നിലക്ക്, സലാം സാഹിബിന്റെ ഉസ്താദ് എന്നുള്ള നിലക്ക് സീനിയറായ, അതുപോലെ തന്നെ നമ്മുടെ ആസിസ് ബാക്കിയോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായങ്ങൾ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ട് 70-ലധികം 80-ന്റെ അടുത്ത ആളുകളെ ഒരുമിച്ച് കൂട്ടി. ഞാൻ പറഞ്ഞ പോലെ പല സംഘടനകളിലും പല രീതിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒന്നായിട്ട് CM ഉസ്താദിന്റെ ശിഷ്യന്മാരെന്ന നിലക്ക് സംഘടിക്കുകയും 25 വർഷം വരെ, അല്ലെങ്കിൽ ഇത് വളരെ നേരത്തെ വേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് വൈകിപ്പോയി. അള്ളാഹു പുറത്തു തരട്ടെ, ഉസ്താദിന്റെ പൊരുത്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരൊക്കെ പറഞ്ഞതുപോലെ അനുഭവങ്ങൾ പറയാൻ നിന്നാൽ ഒരുപാട് പറയാനുണ്ടാകും. ഈ ശിഷ്യന്മാരൊക്കെ കൂട്ടത്തിൽ ഒരു ഉപ്പയെ പോലെ പരിചരിച്ച് തർബിയത്ത് നൽകി. എനിക്ക് തോന്നിപ്പോകും, ഇവർക്കാളൊക്കെ കൂടുതൽ ഉസ്താദ് സ്നേഹിച്ചത് എന്നെയാണോ? അല്ല, അങ്ങനെ ഓരോ ശിഷ്യന്മാർക്കും തോന്നുന്നു അതായിരുന്നു ഉസ്താദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മൾ അള്ളാഹുവിന്റെ കന്നാത്തിനായി നിർമ്മിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ മാളിയേക്കൽ, മണ്ണാർക്കാട്, മണലടി, കല്ലാമൂല തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഉസ്താദിന്റെ കൂടെ പഠിച്ചിരുന്ന ശിഷ്യനാണ്. പേര് ഉമർ സഖാഫി, മാളിയേക്കൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, ഞാൻ സയ്യിദ് അബ്ദുൽ റഷീദ് കല്ലടി വിനീതനായ ഞാൻ ബഹുവന്യരായ ഉസ്താദിനോടുകൂടെ 3 വർഷത്തോളം 2 വർഷം മണലടിയിലും 1 വർഷത്തോളം കല്ലാമൂലയിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് പന്നിരായ കരിമ്പയിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും അറിയപ്പെടും കരീം ഉസ്താദ് ദീർഘകാലം പെരിന്തൽമണ്ണയൊക്കെ ജോലി ചെയ്തിരുന്ന മഹാനവറുടെ ദർസിലേക്ക് ചെന്നു ചേരുകയും ചെയ്തു. എന്നിരുന്നാലും 2 പേരും ഇപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞു. അങ്ങനെ കരീം ഉസ്താദിന്റെ പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങൾ 2008 മഹാനവറുകൾ പിരിഞ്ഞപ്പോൾ പിന്നീട് ഈ വാട്സപ്പൊക്കെ വന്നു. അങ്ങനെ സാങ്കേതിക വിദ്യ നമുക്കൊക്കെ വളരെ ഉപകാരമായൊരു കാലഘട്ടം, പ്രതികൂലവുമുണ്ട്. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അപ്പൊ അങ്ങനെ എന്നിരുന്നാലും ഉസ്താദിന്റെ ഗ്രൂപ്പ് അവിടെ ഉണ്ടായി വർഷങ്ങളോളം ആണ്ടും ഉറൂസൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉസ്താദിനെ ഞാൻ പറയുന്നത് അല്ലാഹു തആല ഒരു ഫഖറാവാതെ സ്വീകരിക്കട്ടെ. കാരണം മഹാനവറുകളെ CM ഉസ്താദിനെ മറ്റു ഉസ്താദ്മാരെ ഇങ്ങനെ കാണാറുണ്ട്, CM ഉസ്താദിനെയും കാണാറുണ്ട്. 3 വർഷം ഉണ്ടായതെങ്കിലും മഹാനവറുകളോട് എന്തോ എനിക്കൊരു പ്രത്യേക ബന്ധം ഉണ്ട് എന്ന് എനിക്കൊന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് സ്വയം ഇങ്ങനെ തോന്നി. അങ്ങനെ ഈ വാട്സപ്പൊക്കെ വന്നപ്പോ ഇങ്ങനെ നമ്മളൊക്കെ ബന്ധങ്ങളുണ്ടല്ലോ, അപ്പൊ ആ ഉസ്താദിന്റെ സദസ്സ് നടത്തുന്നത് ഒരു പ്രചോദനമായിരിക്കാം, ഉള്ളുവിളിയായിരിക്കാം. ഞാനിങ്ങനെ ഉണ്ണിയൻകുട്ടി സഖാഫി ഉസ്താദിന്റെ വാട്സപ്പിലേക്ക് 9 മാസം മുമ്പ് ഒരു വോയിസ് വിട്ടു. ഇങ്ങനെ ഉസ്താദിന്റെ പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൂടെ, എന്താ അഭിപ്രായം? കുറെ കാലം മൂപ്പരത് നോക്കിയിട്ടൊന്നുമില്ല. പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ മൂപ്പരൊരു വിളി വന്നു,
ഞാനിങ്ങനെ ഉമർ സഖാഫി ഇപ്പോഴാണ് ആ വോയിസ് ശ്രദ്ധിച്ചത്. ഉമർ സഖാഫിയായിട്ട് എന്നെ സംസാരിച്ചിട്ടുണ്ട്, തങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കിട്ടുന്ന നമ്പർ നിങ്ങൾക്ക് തരാം. അങ്ങനെ ഞാൻ ഏതോ ഒരു നമ്പർ മൂപ്പർക്ക് അയച്ചു കൊടുത്തു. പിന്നീട് അൽഹംദുലില്ലാ പിന്നെ ഉമർ സഖാഫിയും കുഞ്ഞി മുസ്ലിയാരൊക്കെ കൂടിയിട്ട് നിങ്ങളെ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു തആല അതിനൊരു കൂട്ടായ്മ ഇങ്ങനെ കൂടാൻ നമുക്ക് തൗഫീഖ് നൽകിയല്ലോ. അപ്പോൾ ഇത് രണ്ട് ഉസ്താദുമാരും അതിന് കാരണക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടലിൽ നമുക്ക് ഇരുവീട്ടിലും ഉപകരിക്കുന്ന ഒരു കൂടലായി തീരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ ഉസ്താദിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദിന്റെ ഫത്ഹുൽ മഈൻ ഓതിയിരുന്നു. അത് ഞാനൊരു ദർസ് പോയിട്ട് ഒരു ദർസിന്ന് ഒരു ബാത്തവി ഉസ്താദ് നടത്തുന്ന ദർസാണ്. അവിടെ നിന്ന് ഒരു കുട്ടിയുടെ ഇബാറത്ത് അങ്ങനെ കേട്ട് വെക്കുമ്പോൾ എനിക്കെന്തോ ഒരു മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ. അത് ഉസ്താദിന്റെ അതേ പഠിപ്പിച്ച ശൈലി കറാത്ത് മറാത്തായിട്ട് ഉസ്താദിന്റെ ദർസ് ഇങ്ങനെ വായിച്ചു വരണം. 24 മണി 10 മണി വരെയുള്ള സമയത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. ആ ഇബാറത്ത് കേട്ടപ്പോ എനിക്ക് ആ കുട്ടി അർത്ഥത്തിൽ എന്തോ ഒരു പന്തികേട് തീർന്നു. അങ്ങനെ വാവ് ഹാരിയായ ഒരു ഭാഗമാണുള്ളത്. അത് ആ ഉസ്താദ് അർത്ഥം വെക്കുന്ന ശൈലി ഞാൻ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞിട്ട് ഈ കുട്ടി സംശയം പ്രകടിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു യാനത്തെടുക്കാൻ പറഞ്ഞു. കറക്റ്റാണ്, അവിടെ കാണാം ആ വാവിനെ കുറിച്ച് അത് ഹാരിയാണ് എന്ന് വ്യക്തമായി എഴുതിയിട്ടുള്ള ഒരു രംഗം. അതൊക്കെ ഉസ്താദിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം തന്നെയാണ്. ആ അടിത്തറ ഭാഗി തന്നത് ഉസ്താദാണ്. അൽഹംദുലില്ലാ അത് ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലൊക്കെ നമുക്ക് ഉപകരിക്കുന്ന ഒരു അമലാക്കി തീർക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടത്തിൽ എല്ലാവരോടും ഒരു ഉപദേശമുണ്ട്. ഉമ്മ 71 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരു ശാരീരിക അവസ്ഥ എന്ന് പറഞ്ഞുകൂടാ, എന്തോ ഒരു ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധിക്കും മറ്റൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. സ്വയം ചെയ്യുന്ന ഒരാളാണ്, ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അപ്പോ പ്രത്യേകിച്ച് ആഫിയത്തുള്ള ഒരു ദീർഘായുസിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദനി എന്ന പേര് പൊന്നംകോടായിരുന്നു താമസിക്കുന്നത്. നമ്മുടെ വാപ്പുസ്താദും നമ്മുടെ ഉപ്പയ്ക്കായിട്ട് വളരെ ബന്ധമുള്ള ആളുകളായിരുന്നു. അൽഹംദുലില്ലാ കുറഞ്ഞ കാലം ഉസ്താദിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു. അതൊരു ധന്യമായ അന്തരീക്ഷത്തിൻ്റെ തുടക്കമായി മാറുകയും ചെയ്തു. അൽഹംദുലില്ലാ ഇന്നവരെ ദീനി ഖിദ്മത്ത് രംഗത്ത് ചില കാൽവെപ്പുകൾ നടത്താനൊക്കെയുള്ള ഉസ്താദിൻ്റെ പ്രചോദനം അൽഹംദുലില്ലാ വളരെ ബൃഹത്തായിരുന്നു എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ സാധാരണ കോളേജുകളുടെയൊക്കെ സമ്മേളനം നടക്കാറുണ്ട്. 1 വർഷം 2 വർഷം കഴിഞ്ഞ് പിന്നൊരു സജീവമായ വലിയ സമ്മേളനം നടക്കൽ സിൽവർ ജൂബിലിയാണ് എന്ന പോലെ ഒരു 25ാം ആണ്ട്, ഒരു സിൽവർ ആണ്ട് അൽഹംദുലില്ലാ അതിനായിരിക്കും നമ്മുടെ ഇത്രയും ബന്ധിപ്പിച്ചത് എന്ന് തോന്നിപ്പോയി. അൽഹംദുലില്ലാ ഇടയ്ക്കൊന്നും കൂടാൻ പറ്റാത്തതിൽ ഓരോന്നോരോ വഖഫുണ്ടല്ലോ. അപ്പോൾ ഒരു 25ാമത്തെ വർഷം അൽഹംദുലില്ലാ ഒരു സജീവമായ കൂടലെന്നാണ്. 26 കൂടണ്ടാകുന്നതിന് വേണമെന്നില്ല. പറ്റുന്ന സമയത്തൊക്കെ നമുക്ക് കൂടാൻ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. വീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ ഇഷ്ടം പോലെ ആവാം. സമയത്തിൻ്റെ ദൈർഘ്യം അതല്ല, അതിനപ്പുറം മറ്റുള്ളവരെ വിഷമിപ്പിക്കുമോ എന്ന് സംശയിക്കുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉറപ്പുവരുത്തി. അസ്സലാമു അലൈക്കും. ഇവിടെ മറ്റ് എല്ലാവർക്കും ചെയ്തു തന്നതിനേക്കാൾ വലിയ ഒരു സൗകര്യം ഉസ്താദ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അന്ന് കോളേജിലേക്കൊന്നും പോകുന്ന വിദ്യാർത്ഥികളെയൊന്നും ഒരു ഉസ്താദന്മാരും ദർസിൽ ചേർക്കാറില്ല. പക്ഷെ ഉസ്താദ് കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിക്കുന്ന മഹാനായതുകൊണ്ട് എനിക്ക് മണ്ണാർക്കാട് MES കോളേജിൽ പഠിക്കാനുള്ള സൗകര്യവും കൂടി ചെയ്തു തന്നു. അല്ലാഹു തആല മഹാനവറുകൾക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉസ്താദിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടു തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ
അബ്ദുൽ മജീദ് ആരമി മുണ്ടേക്കരാട്ടുകാരൻ തന്നെയാണ്. ഉസ്താദിൻ്റെ കൂടെ മണ്ണാറക്കാട് 2 വർഷം ഉണ്ടായിട്ട് പുനർകളിലാണ് ജോലി ചെയ്യുന്നത്. സഖാഫി ഒരു അനുഭവം പറഞ്ഞത് എനിക്കുണ്ടായി. പെരുമാൾ ചെട്ടിയുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഉസ്താദ് അതുപോലെ തന്നെ മറ്റൊരു അനുഭവം പറഞ്ഞുതരാം. ഒരു ദിവസം ഉസ്താദിൻ്റെ ബസ് കയറിയപ്പോൾ ഞാൻ ബസ്സിൽ ഇരിക്കാം. ഞാൻ എഴുന്നേറ്റ് കൊടുത്തപ്പോൾ ഉസ്താദ് ഇരുന്നില്ല. ഞാൻ ഉസ്താദോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് ഇരുന്നില്ല. അവിടെ ഇരിക്കലാണ്. ലാസ്റ്റ് നമ്മളുണ്ടോ ഇരിക്കണം, ഉസ്താദാ നീ ഇന്നത്തെ ഉസ്താദന്മാരാണ്. എന്തൊക്കെ അവസ്ഥ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദർജ ഉയർത്തും. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള ഉസ്താദുമാരെ, സുദീർഘമായി സംസാരിക്കേണ്ടായ പറഞ്ഞതുകൊണ്ടും പറയല് ഉചിതമല്ലാത്തത് കൊണ്ടും സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ മുഹമ്മദ് സഖാഫി, ചെങ്ങലേരി, മണ്ണാർക്കാടും മണലടിയും ഉസ്താദിന്റെ കൂടെ പഠിച്ച വ്യക്തിയാണ്. ആ കൂട്ടത്തിലുള്ളവർക്കെല്ലാം എനിക്കറിയാം. നിരോമന പേര് അറിയപ്പെട്ടിരുന്നു. പറഞ്ഞ് സദസ് കൊളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അസിസുമായി പോയി കണ്ടുകൊണ്ടിരുന്നിട്ട് ആ പേരിലാണ് പരിചയപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഉസ്താദിനോടൊപ്പം നമ്മെ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ഉസ്താദുമാരെ, ഞാൻ അലിദാലമി, ചങ്ങലേരി. ബഹുമാനപ്പെട്ട ഉസ്താദുമായി മണ്ണാർക്കാട് വലിയ പള്ളിയിലാണ് അടുത്ത ദർസിന്റെ തുടക്കം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട സബോക്ക് ഉസ്താദ് പറഞ്ഞതുപോലെ ദീർഘമായ വീക്ഷണമുള്ള ഉസ്താദ്. ഞങ്ങളൊന്നും അത് കൂടുതൽ ഭൗതികമായി പഠിക്കാത്ത ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ബഹുമാനപ്പെട്ട സബോക്ക് ഉസ്താദ് അതിനെ ഏൽപ്പിച്ചുകൊണ്ട് അത്യാവശ്യം ഇംഗ്ലീഷുകൾ പഠിക്കാനും കൂടി മഹാനായ ഉസ്താദ് കൂടി നമുക്ക് മാർഗം തെളിയിച്ചതുണ്ട്. മഹാനായ ഉസ്താദിൽ നിന്ന് നമുക്ക് നുകർന്നു തന്ന അറിവുകൾ സമൂഹത്തിനും ദീനിനും ഉപകരിക്കാൻ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എംസി സുലൈമാൻ വാളിയേക്ക് ഉസ്താദിൻ്റെ കൂടെ കൂടിയെന്ന് പറയാൻ 3ാം ക്ലാസ് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ 3ാം ക്ലാസ്സിലെ ഉസ്താദാണ് ഉസ്താദ് രശ്യനാണ്. 5ാം ക്ലാസ്സിലെ ഉസ്താദാണ് സയ്യിദ് ഉസ്താദ്. ക്ലാസ്സിലെ ഉസ്താദാണ് അസീസ് ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ. പിന്നെ അവിടെ അങ്ങോട്ട് അൽഹംദുലില്ലാഹ് ഏകദേശം ജമുൽ ജവാമി വരെ ഉസ്താദിൻ്റെ കൂടെ തന്നെയായിരുന്നു. അതിനുശേഷം കോളേജിലേക്ക് പോയ ഉസ്താദിൻ്റെ സമ്മതത്തോടുകൂടി അത് സൗദിയിലേക്ക് പോയി 1 വർഷം അവിടെ നിന്നു. രണ്ടാമത് എനിക്ക് നാട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ജാമ്യയിലേക്ക് ചോദിച്ചു, അതിനെന്താ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പോയിക്കോ. സംഭവം തന്നു. മുഖ്തസറിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി കിട്ടിയപ്പോൾ വല്ല സന്തോഷമായി. അതിനെ കിട്ടും പ്രതീക്ഷയില്ല. പക്ഷെ ഉസ്താദിന് സമ്മേളനത്തിൽ വന്ന് പറഞ്ഞു, ഉസ്താദെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ജാമ്യം അപ്പം എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വല്ല നല്ല മാർക്ക് കിട്ടട്ടെ. അൽഹംദുലില്ലാഹ് അന്ന് ഫസ്റ്റ് ക്ലാസ് 13 ആളുകൾ ഫസ്റ്റ് ക്ലാസ് നേടിയതിൽ പെടാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും തർബിയത്താണ്. അന്ന് ഈ പറഞ്ഞതുപോലെ തരീക്കട്ട് ഒരിക്കൽ ഈ പറയുമ്പോൾ എണ്ണിയും പിടിച്ചിട്ടുണ്ട്. ഞാൻ ദർസിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തട്ടട്ടമായിരിക്കായിരുന്നു ഉണ്ടായിരുന്നത്. സാർ ഓട്ടുമെന്ന് കണ്ടു, ഇവിടെ എടന്താടാ പെണ്ണുങ്ങൾ തട്ടട്ട പോലെ എന്ന് പറഞ്ഞു. അന്ന് മാറ്റിയതാണ്. ഇന്നും എൻ്റെ മുത്താലിമികൾ അൽഹംദുലില്ലാഹ് ദർസ് തന്നെയാണ്. ഇന്നും എൻ്റെ മുത്താലിമികൾ ഇതേ തരീക്കെട്ട് കെട്ടിയാണുള്ളത്. ഒക്കെ ഉസ്താദ് തെർബിയത്ത് തന്നെയാണ്. അല്ലാഹു ആഖിറ വെളിച്ചമായി കൊടുക്കട്ടെ. വന്യരായ ശേഖനായോടുകൂടി നമുക്ക് എല്ലാവർക്കും കുടുംബസമേതം സ്വർഗത്തെ സംരംഭിക്കുമ്പോൾ തൗഫീഖ് നൽകട്ടെ. ഉസ്താദിനെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഉസ്താദിന്റെ ഭാര്യയെ കാണാൻ നമുക്ക് ഭാര്യനെ കൂടി കൂടെ കൂട്ടിയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത് വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഈ ഉസ്താദുമാരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണമെന്ന് ഞാൻ പല പ്രാവശ്യവും ആഗ്രഹിച്ചെങ്കിലും ആരെയും വിട്ടുപിരിഞ്ഞതിന് ശേഷം കണ്ടുമുട്ടാത്തത് കൊണ്ട് ഒരു ദിവസം വീട്ടിൽ കുറേ കാലമായിട്ട് വന്നിരിക്കാം. അപ്പം അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ ഇപ്പം ജമാലെ വാഴയെങ്കിൽ ജമാലെ എന്ന്
ആഡ് ചെയ്യാൻ വേണ്ടി മൂപ്പരെയും കൂടി പിടിച്ച് അടുപ്പിലാക്കി. അൽഹംദുലില്ലാഹ് ഞാനും ഉമർ ഉസ്താദും അടുപ്പിലായിക്കൊണ്ട് 74ഓളം ഉസ്താദുമാർ ഇതിലുണ്ട്. രണ്ടാളുകൾ ലെഫ്റ്റ് അടിച്ച് പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ റഹ്മത്തുള്ള കാസ്മി മുത്തിയിടം, അദ്ദേഹം നമ്മുടെ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം ഒഴിവില്ലാത്തത് കൊണ്ടും അങ്ങനെ അദ്ദേഹത്തിന് നീ ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ലെഫ്റ്റ് അടിച്ച് പോയി. ഇതിലൊന്ന് തോണിയിലെ മുഹമ്മദ് ഫൈസി, അദ്ദേഹം ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട്. ബാക്കി يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء ما أثنيت على نفسك ولك الحمد والشكر حتى ترضى اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات بالحياة بعد الممات. اللهم إنا نسألك ونتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تغفر عنا الذنوب وتسر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعنا لبلدنا لا سيما بيتنا ثم الناقع والدار القاطع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من نزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون من شر الوباء والطاعون. اللهم ربنا لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا وتعيذ من نويناه من عذاب القبر وتؤمننا وإياه من الفزع الأكبر وتنجينا وإياه عن دار البوار وتسكننا وإياه الفردوس من دار القرار. اللهم حصل مرادنا ومراد من أوصانا بحقوق هؤلاء السادات المذكورين بحقوق هؤلاء السادات المذكورين بحقوق هؤلاء السادات المذكورين لا سيما بحرمة هذا المجلس. اللهم أجب دعوتنا بحرمة هذا المجلس. اللهم اجعلنا من علمائك العاملين المهتدين المخلصين. اللهم وفقنا لخدمة دينك الإسلام بحقوق هؤلاء السادات المذكورين لا سيما بحق هذا المجلس بحقوق الساسية. اللهم اجعل بيننا وبينه وبين أقربائه وبينهم معطوف في مدار جناتك النعيم. اللهم اجمع بيننا وبينه وبين أقربائه اللهم اجمع بيننا وبينه وبين أقربائه في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.